ഹായ് എവ്രി വൺ. അപ്പൊ എന്റെ കൂടെ ഉള്ളത് അഗൈൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ നമ്മുടെ ഒരു ഫ്യൂച്ചർ ഡോക്ടറാണ്, കോഴിക്കോടുകാരിയാണ് അല്ലേ? അതെ. കോഴിക്കോട് നിന്ന് ഇതാ ഇവിടെ ഇപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തി നിൽക്കുന്ന നമ്മുടെ അലീന കുട്ടി. അലീന ഏത് ബാച്ചിലായിരുന്നു? ഞാൻ ഫിനിക്സ് ബാച്ചിലായി. ഫീനിക്സ് ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോ അലീനയുടെ വിശേഷങ്ങൾ നമുക്ക് അറിയണം. എങ്ങനെയുണ്ട് ക്യാമ്പസ് ലൈഫ് ഒക്കെ? ക്യാമ്പസ് ലൈഫ് ഒക്കെ അടിപൊളിയാണ്. പഠിക്കാനുള്ള സ്ട്രെസ് ഉണ്ട്. അത് കുറെ പ്രാവശ്യം പറഞ്ഞു, പഠിക്കാൻ സമയം കിട്ടുന്നില്ല, മീൻസ് ഹോസ്റ്റലിൽ നിന്ന് ഓടാണ് പിന്നെ ക്ലാസ്സിലേക്ക് അല്ലെ, ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിലൊക്കെ പഠിച്ച് വന്ന് സൈലത്തിലാവുമ്പോ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഓര് നോക്കിക്കോളും. ഇവിടെ അങ്ങനെയല്ല, കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യണം. അപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോ അത്യാവശ്യം അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റഡ് ആവും അല്ലെ? യെസ്. അപ്പോ മോൾക്ക് ആഗ്രഹമായിരുന്നോ ഈ MBBS വരണം എന്നുള്ളത്? ഭയങ്കര ഡ്രീം ആയിരുന്നോ? MBBS വരണം എന്നുള്ള എന്റെ വലിയ ഡ്രീം ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്തോ പഠിക്കണം തോന്നി. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പഠിച്ച് ക്രാക്ക് ചെയ്തു. ഇപ്പൊ ഇവിടെ എത്തി. ഇതിലും എക്സലന്റ് ആവണം എന്നാണ് ആഗ്രഹം. ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ നമ്മള് വിചാരിക്കുന്ന അത്രയൊന്നും എത്തുന്നില്ല. അപ്പം തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് വന്ന കോഴ്സിലേക്ക് വന്നത് അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോ നമ്മുടെ ക്യാമ്പസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ഇവിടെ? ക്യാമ്പസിലേക്ക് ഞാൻ അധികം ഇറങ്ങിയിട്ടില്ല. എന്താ വെച്ചാല് പഠിപ്പിന്റെ സംഭവം തന്നെയാണ്. ഇരുന്ന് പഠിക്കുന്നതുകൊണ്ടല്ല, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ക്യാമ്പസിലേക്ക് യാത്ര ഇൻവോൾവ് ആയിട്ടില്ല. ഓക്കെ. അപ്പൊ സൈലത്തില് നമ്മുടെ ഫിനിക്സ് ബാച്ചിലായിരുന്നു, അതിലെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? സൈലത്തില് ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ആയിരുന്നു. അപ്പൊ ഭയങ്കര സ്ട്രെസ് ആയിട്ടാണ് ഞാൻ സൈലത്തിലേക്ക് എത്തിയത് തന്നെ. പിന്നെ അതിന്റെ മെറ്റീരിയലൊക്കെ കണ്ട് അതിന്റെ സ്ട്രക്ചർ എനിക്ക് മനസ്സിലായി. പിന്നെ ടീച്ചേഴ്സിന്റെ ഒരു അപ്രോച്ച്, അതൊക്കെ തന്നെ എന്താണ് സ്ട്രെസ് നമ്മളെ ഇതിൽ നിന്ന് കംപ്ലീറ്റ് അങ്ങ് പോയി. എക്സാം വരുമ്പോൾ സ്ട്രെസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ എക്സാം ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ ടൈമിൽ സ്ട്രെസ് അതിന്റെ വഴിക്ക് പോകും, പഠിത്തത്തിന്റെ വഴിക്ക് പോകും. ഞാൻ ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് നീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ കരഞ്ഞതും നീറ്റിന് വേണ്ടി തന്നെയാണ്. ഓക്കെ. ഇപ്പൊ കുഴപ്പമില്ല, എന്തായാലും അത് സർവൈവ് ചെയ്ത് ഇവിടെ എത്തിയല്ലോ. ആ ടിയേഴ്സ് ഒക്കെ ശരിക്കും ഫ്രൂട്ട്ഫുൾ ആയി തോന്നുന്നുണ്ട്. ഇപ്പോഴും എന്താ പറയുക, സ്ട്രെസ് ഒക്കെ ഉണ്ട്, എന്നാലും നമ്മള് വലിയൊരു കോഴ്സിലേക്കാണല്ലോ എത്തിയത്. അതിന്റെ സന്തോഷം എന്തായാലും ഉണ്ട്. ഓക്കെ. അപ്പോ നമ്മുടെ എക്സാമുകളൊക്കെ എഴുതായിരുന്നോ സൈലത്തില്? എല്ലാ എക്സാമും ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് ആ മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ വെച്ചാൽ ഒരു കൊല്ലം നമ്മൾ പഠിച്ചു, കിട്ടാതായി. അപ്പൊ അതിന്റെ സ്ട്രെസ്സോടെ സൈലത്തിലെത്തി. പിന്നെ സൈലത്തിന്റെ മെറ്റീരിയൽ, ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചറിനെ ഭയങ്കര ഇതാണ്. എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ആവും. നമ്മളെ ഒരു പാട്ട് പോലും നമ്മളെടുത്തുനിന്ന് വിട്ടുപോയില്ല. അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഞാൻ കണ്ടിരുന്നു. ഓക്കെ. അപ്പോ പിന്നെ ഈ എക്സാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പം ഓൾറെഡി അലീന ടെൻഷനുള്ള ആളാണ്. അപ്പൊ നല്ല ടെൻഷൻ, കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ? 2025 എക്സാം എഴുതിയപ്പോഴേക്ക് ഭയങ്കര ടെൻഷൻ ആയി പോയി എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ മോൾക്ക് നമ്മുടെ ഈ മോക്ക് എക്സാമുകളൊക്കെ കുറെ ഉണ്ടായിരുന്നല്ലോ, GIB ഒക്കെ എഴുതിയത് ഹെൽപ്ഫുൾ ആയി തോന്നിയോ? ലൈക്ക് GIB എഴുതുമ്പോഴാണെങ്കിൽ ഞാൻ നീറ്റ് എക്സാം എഴുതുമ്പോൾ തന്നെ ടെൻഷനാണ്. എനിക്ക് എന്ത് എഴുതുമ്പോൾ ഭയങ്കര ടെൻഷനാ. ഇപ്പൊ ഞാൻ എന്താപ്പം സൈലത്തിലാണെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ട് എക്സാം എഴുതും. പിന്നെ ടെൻഷൻ അടിക്കുന്നതിന്റെ മാർക്ക് കുറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നീറ്റിൽ പോയ സമയത്ത് പേപ്പർ കിട്ടി, തുറന്നു, ഒക്കെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനാണെങ്കിൽ എനിക്ക് ബയോളജി ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം പിന്നെ 4 മണി ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഞാൻ 4 മണി തൊട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് കണ്ണ് തുടക്കുക, മറ്റേ കൈ കൊണ്ട് എഴുതുക. എന്നിട്ട് എന്റെ അടുത്തുള്ളവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കിക്കുക, ഞാൻ എന്താ കരയുന്നത്. പിന്നെ ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്റെ അച്ഛനും അമ്മയെ ഭയങ്കര പ്രതീക്ഷയോടെ ഞാൻ നോക്കിക്കുക. അപ്പം നമ്മള് 2 കൊല്ലം നമ്മള് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. അത് എന്താ ഫ്രൂട്ട്ഫുൾ ആവുന്നില്ല നമുക്ക് തോന്നുന്ന ഒരു മൊമെന്റ് തന്നെ വല്ലാത്തൊരു മൊമെന്റ് ആണ്. പിന്നെ ഞാൻ ബസ്സിലൊക്കെ ഒരു കരഞ്ഞ്, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ കിടന്നുറങ്ങുന്ന 10:30 വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴാണ് ഞാൻ ഉറങ്ങിപ്പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ റിസൾട്ട് വന്നപ്പോൾ റാങ്ക് കണ്ടു, കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാല് ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ അത്രയും സന്തോഷിച്ചിട്ടില്ല. എന്താ വെച്ചാൽ എന്റെ അച്ഛന്റെയും അമ്മേന്റെയും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഡോക്ടർ ആവുക എന്നുള്ളത്. എനിക്കായിട്ടൊരു ആഗ്രഹമൊന്നുമില്ല, അവർക്ക് ആഗ്രഹം ഇതായിരുന്നു. എനിക്ക് അതിലൊരു എതിർപ്പും ഇല്ല, ഇൻട്രസ്റ്റ് കുറവില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എത്തി. എനിക്ക് അച്ഛനും അമ്മേനോടാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. പിന്നെ ഇതിലേക്ക് എത്തിച്ച സൈലത്തിനോടും പിന്നെ നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഭയങ്കര നന്ദിയുണ്ട്. ഓക്കെ. അപ്പോ പിന്നെ നമ്മുടെ സൈലമിയൻസിനോട് എന്താ മോൾക്ക് പറയാനുള്ളത്? ഇതേപോലെ തന്നെ എന്താ കുറെ ടെൻഷനൊക്കെ അടിച്ച് ആങ്സൈറ്റിയും പാനിക്കും ഒക്കെ ആവുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ നീറ്റിന് വേണ്ടി പഠിക്കുന്നവര്. സൈലമിയൻസിനോട് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ട കാര്യം വെച്ചാല് സ്വന്തം കഴിവിലുള്ള വിശ്വാസവും കോൺഫിഡൻസും ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവാണ്, നല്ലോണം സ്ട്രെസ് ഉണ്ട് അതിനനുസരിച്ച് തന്നെ. അപ്പം ഇങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഇന്നെ പോലത്തെ ഒരാൾക്ക് ശരിക്കും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. എന്നെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ എല്ലാവരും എന്തായാലും, അതെനിക്ക് വിശ്വാസം എന്താ വെച്ചാൽ ഇത്രയും സ്ട്രെസ്സുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല. എനിക്കിത് നേടാൻ പറ്റി. സൈലം എന്താണോ പറഞ്ഞത് ആ വഴി കൂടെ തന്നെ ഞാൻ പോയി.
ഇന്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇടേണ്ടി വന്നിട്ടില്ല. എന്താ വെച്ചാല് ഓരോ ടൈമും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഇവിടുന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമ്മുടെ സൈലം ടീം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നല്ലോണം പഠിക്കുക. സ്ട്രെസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് കിട്ടി, നിങ്ങൾക്കും എന്തായാലും കിട്ടും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.